ഹായ് കൂട്ടുകാരെ, ഇനി നമ്മൾ പഠിക്കുന്നത് 3ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ചാപ്റ്റർ 11 ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ ഹൗ മച്ച് ഇൻ എ ബാഗ് എന്ന പാഠഭാഗമാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വാട്ടർ റിലേ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് സീ ദ പിക്ചർ ഓൺ പേജ് 159 പേജിലെ ആ ചിത്രം നമ്മൾ ആദ്യം കണ്ട ആ ചിത്രത്തിലേക്ക് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റസ് ഓൾസോ പ്ലേ ദിസ് ഗെയിം. അതൊരു ഗെയിമാണ്. നമ്മൾ ഈ ഗെയിം കളിക്കാനായിട്ടാണ് പറയുന്നത്. ദ ഗ്രൂപ്പ് വിച്ച് വൺ, ഏത് ഗ്രൂപ്പാണ് വിൻ ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ജയിക്കുന്നതെന്ന് നമ്മളിത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു കുട്ടി ഒരു ബക്കറ്റിലെ വെള്ളവുമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. മറ്റു കുട്ടികൾ വരി വരിയായി പുറകിലായി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആദ്യത്തെ ബക്കറ്റുമായി നിൽക്കുന്ന കുട്ടി വെള്ളം കോരി ആദ്യം നിൽക്കുന്ന കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ ആ കുട്ടി അത് തൊട്ട് പുറകിൽ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുക. അങ്ങനെ കൈമാറി ഏറ്റവും പുറകിൽ വെച്ചിരിക്കുന്ന ആ സ്റ്റൂളിൽ വെച്ചിരിക്കുന്ന ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗെയിം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Leju's class played this game in group. Water collected by each group was poured into the glasses. See the picture. ഈ പിക്ചറിലേക്ക് നോക്കൂ. ഇവിടെ 5 ഗ്ലാസ്സുകളാണ് വച്ചിരിക്കുന്നത്. അതായത് ലജുവിൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ 5 ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചു. ഈ ഗ്രൂപ്പ്സിലെ കുട്ടികൾ ഇതുപോലെ ലൈനായിട്ട് നിന്ന് ഈ 5 ഗ്ലാസ്സുകളിൽ വെള്ളം നിറയ്ക്കണം. അപ്പോൾ അതാരാണ്, ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ 5 ഗ്ലാസ്സസ് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വെള്ളം നിറച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഗ്ലാസ്സുകളിൽ കാണുന്നത് അവർ വെള്ളം നിറച്ച റിസൾട്ടാണ്. 5 ഗ്രൂപ്പ്സായിട്ട് തിരിച്ചല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വെള്ളം നിറച്ചത് ഏത് ഗ്രൂപ്പാണ്, ഏത് ഗ്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം? ഗ്രൂപ്പ് 5 ആണ് അല്ലേ. വിച്ച് ഗ്രൂപ്പ് ഓഫ് ലെജൂസ് ക്ലാസ് പോകണം. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് ഗ്രൂപ്പാണ് ഫസ്റ്റ് ആയിരിക്കുന്നത്? ഗ്രൂപ്പ് 5 ആണ്. ഗ്രൂപ്പ് 5. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് മനസ്സിലായി. അടുത്ത പോർഷൻ വാട്ടർ ബെല്ലാണ്. ഡിഡ് യു ഹിയർ ദ വാട്ടർ ബെൽ? എവരി വൺ ഡ്രിങ്ക് സം വാട്ടർ നൗ. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള ബെല്ല് അടിച്ചു. അപ്പോഴത്തേക്കിന് എന്താ, കുട്ടികളെല്ലാം കൂടെ പോയിട്ട് വെള്ളം കുടിക്കും അല്ലേ. അപ്പോൾ പറയാണ്, അങ്ങനെ എന്ത് ചെയ്യും, ഒരു വെള്ളം കുടിച്ചപ്പോൾ അവരുടെ വാട്ടർ ബോട്ടിൽസിൽ വെള്ളമൊക്കെ തീർന്നു, empty ആയിപ്പോയി അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, വെള്ളം നിറയ്ക്കണം. അപ്പോൾ അങ്ങനെ അവർ പോയിട്ട് അവിടെ ഗ്ലാസ് ഇരിപ്പുണ്ട്, ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടാണിത് ബോട്ടിൽസ് നിറയ്ക്കുന്നത്. ഹൂസ് വാട്ടർ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ആരുടെ വാട്ടർ ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഗ്ലാസ് വെള്ളം കൊള്ളുന്നത്? ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്. ഇതിൽ എത്ര ഗ്ലാസ് വെള്ളം കൊള്ളും? മനസ്സിലായോ? നോ ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽസ്. അപ്പം അങ്ങനെ നമുക്ക് വാട്ടർ ബോട്ടിൽസിൽ വെള്ളം നിറയ്ക്കാം. അത്രേ ഉള്ളൂ ഈ പോർഷന്. വാട്ടർ ബെല്ല് മനസ്സിലായോ? ഓക്കെ. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഹൗ മച്ച് ഇൻ ദ ബോട്ടിൽ. ഈ ബോട്ടിൽസിൽ എത്ര മാത്രം കൊള്ളും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിച്ച് ബോട്ടിൽ ക്യാൻ ഹോൾഡ് ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ? ഡ്രോ എ സർക്കിൾ അറൗണ്ട് ഇറ്റ്. അതായത് ഇവിടെ 5 ഗ്ലാസസ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. 5 ഗ്ലാസ്സിൽ വെള്ളം നിറച്ച പിക്ചറാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഏത് ബോട്ടിലാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ആ ബോട്ടിലിന് ചുറ്റും എന്ത് ചെയ്യണം, ഒരു സർക്കിള് വരയ്ക്കണം. ഓക്കെ, സർക്കിൾ വരച്ചോ. വരച്ചോ. അപ്പോൾ സെക്കൻഡ് ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് വിച്ച് ബോട്ടിൽസ് വുഡ് ഹോൾഡ് ദ ലീസ്റ്റ്? ഡ്രോ എ സ്ക്വയർ അറൗണ്ട് ഇറ്റ്. ഇതിൽ ഏറ്റവും കുറവ് വെള്ളം ഉള്ളത് ഏത് ബോട്ടിലാണോ ആ ബോട്ടിലിൻ്റെ ചുറ്റും എന്ത് വരയ്ക്കണം, ഒരു സ്ക്വയർ വരയ്ക്കണം. ഏറ്റവും കുറവ് വെള്ളം ഈ ബോട്ടിൽസിൽ ഏത് ബോട്ടിലാണ് ഉള്ളത്? 5. ഓക്കെ, അപ്പോൾ അതിന് ചുറ്റും എന്നാ വരയ്ക്കണം? സ്ക്വയർ വരച്ചോട്ടെ.
അങ്ങനെ നമ്മൾ വരച്ചു അല്ലേ? ആ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടറിന് ചുറ്റും ഒരു സർക്കിൾ വരച്ചു. ലീസ്റ്റ് ആണെങ്കിൽ അപ്പം അതിന് ചുറ്റും ഒരു സ്ക്വയർ വരച്ചു. മനസ്സിലായോ? മനസ്സിലായി. അടുത്ത ഭാഗം തിങ്സ് വി ബൈ. നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങുന്നത്? വാട്ട് ഐറ്റംസ് ഇൻ യുവർ ഹോം ആർ ബോട്ട് ഇൻ ക്വാണ്ടിറ്റീസ് ഓഫ് 1 ലിറ്റർ. ലിറ്റർ, അതായത് ലിറ്ററിനെ നമ്മൾ അതായത് ലിക്വിഡ്സിനെയൊക്കെ തന്നെ നമ്മൾ ലിറ്റർ കണക്കാണ് പറയുന്നത് അല്ലേ? അപ്പോൾ സോളിഡിനെ എന്തായിരിക്കും പറയുന്നത്? സോളിഡിന് കിലോ. കിലോ. ശരി. ലിറ്ററിനെ സോളിഡിനെ കിലോ എന്നും ലിക്വിഡിനെ ലിറ്റർ എന്നുള്ള അളവിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് വാട്ട് ഐറ്റംസ് ഇൻ യുവർ ഹോം ആർ ബോട്ട് ഇൻ ക്വാണ്ടിറ്റീസ് ഓഫ് 1 ലിറ്റർ. 1 ലിറ്ററിൽ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുമെന്നാണ് നമ്മൾ ഈ കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഈ കോളത്തിൽ എഴുതി കൊടുക്കാം. ലിറ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വാങ്ങുന്നതെന്ന്. ഓക്കെ, എഴുതാം. ഓക്കെ, OIL, ഓയിൽ. നെക്സ്റ്റ് വൺ മിൽക്ക്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതി? ഓയില്, മിൽക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ ജ്യൂസ്. KEROSENE. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതി? ഓയിൽ, മിൽക്ക്, ജ്യൂസ്, കെറോസിൻ, പെട്രോൾ. ഈ സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ ലിറ്ററിൽ കണക്കിൽ 1 ലിറ്റർ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ.